ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഉണർന്നിട്ടുണ്ട്. ഇന്ന് കന്നിയിലെ ആയില്യമാണ്. സോ നമ്മളിന്ന് വെട്ടിക്കോട്ട് ആയില്യം തൊഴാൻ പോവുകയാണ്. അങ്ങനെ ഏതാണ്ട് ഞാൻ റെഡി ആയിട്ടൊക്കെ വന്ന് ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. തൊഴുത് കഴിഞ്ഞ് അമ്മയ്ക്ക് ജോലിക്ക് പോകണം. അതാണ് കേട്ടോ ഈ ബാഗ് ഇട്ടേക്കുന്നത്. ഇവിടുന്ന് വെട്ടിക്കോട്ടേക്ക് ഒരു 17 കിലോമീറ്റർ ഉണ്ട്. മഴ ചതിച്ചില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങെത്തി. ഇന്ന് ആയില്യമായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കായിരുന്നു. ഉത്സവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതും രാവിലെ തന്നെ എല്ലാം തുറന്നിട്ടുമുണ്ട്. അമ്മയ്ക്ക് ഒരു 8:30-9 മണിക്കുള്ളിൽ ജോലിക്ക് കയറണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തൊഴുക, തിരിച്ചു പോവുക. ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള കടകളിലോട്ട് അറിയാതെ നമ്മുടെ നോട്ടം ഒന്ന് പോകും അല്ലേ. പക്ഷേ ഇന്ന് തിരക്കായതുകൊണ്ട് ആ നോട്ടം ഞാനങ്ങ് വേണ്ടാന്ന് വെച്ച്. ഈ ടൈമിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞാൽ തിരക്ക് കൂടും. അങ്ങനെ വേഗം ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. വീട്ടിലുള്ള എല്ലാവരുടെയും പേര് പുള്ളുവൻ പാട്ടൊക്കെ പാടിപ്പിച്ചു. ഇവിടെ കുറേ പുള്ളുവൻ പാട്ട് പാടുന്നവർ നമുക്ക് ആരെടുക്ക വേണമെങ്കിലും പോയി പാടിപ്പിക്കും. കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് കേട്ടോ ഇത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ കുട്ടികളില്ലാത്തവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാവുമെന്നാണ് കേട്ടോ ഇവിടുത്തെ ഒരു വിശ്വാസം. വിശ്വാസം മാത്രമല്ല, ഒരുപാട് അനുഭവത്തരും ഉണ്ട്. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന കുറച്ച് അറകളുണ്ട് ഇവിടെ. ഇന്ന് ആയില്യം ആയതുകൊണ്ട് തന്നെ അത് കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി. അങ്ങനെ എല്ലാ നടകളിലും ഞങ്ങൾ തൊഴുതു. പിന്നെ കുറച്ചു നേരം അവിടെ പോയിരുന്ന് മനോഹരമായ ഈ നാഗരാജ സ്തുതി കേട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഈ അമ്പലങ്ങളിൽ പോയാൽ പെട്ടെന്ന് തിരിച്ചു പോകുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. കുറേ നേരം അവിടെ ഇരുന്ന് കുറേ ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ കേട്ട് കുറേ നേരം ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് അമ്മയ്ക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഇറങ്ങി പ്രസാദമൊക്കെ വാങ്ങിച്ചു. ഓക്കെ ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ.